ഭാരതീയ പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന എഴുത്തുകാരുടെയും വായനക്കാരുടെയും സംഗമത്തിലെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കേരള സാഹിത്യ അക്കാദമിയുടെ ഭരണ സമിതി അംഗങ്ങളിലായ എഴുത്തുകാരൻ ചിന്തകൻ ആയ ശ്രീ രേണുകുമാർ സാറിനെ ഓടിച്ചായിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രോഗ്രാം അനുസരിച്ച് പരിപാടികളിലേക്ക് പോവുക എന്നുള്ളതാണ്. ആദ്യത്തെ സെക്ഷനിൽ എഴുത്ത് വായന അനുഭവങ്ങൾ എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനകത്ത് ഒ.സി. രാജു, ഡോക്ടർ രാജിമോഹൻ ദൈവനാഥ് തന്നിരിക്കുന്ന നോവൽ സംബന്ധിച്ചുള്ളത് അദ്ദേഹം യാത്രയിലാണ്. അതുപോലെ തന്നെ കഥയെ സംബന്ധിച്ച് നമ്മളുമായി സംവാദിക്കാനിരിക്കുന്ന ഗിരീഷ് കമ്പരൻ, രാജൻ വാലകൃഷ്ണൻ, നാടകം കല തിയേറ്ററിനെ സംബന്ധിച്ച് നമ്മളോട് അനുഭവങ്ങളും ഈ കാലഘട്ടത്തെ സംബന്ധിച്ചുള്ള ആ ദൃശ്യകലയുടെ ആവിഷ്കാര ബോധ്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ വരുന്നത് ശശി, ബേബി പൂമ്പാടി എന്നിവയാണ്. സാറ് ഇവരെ ഔപചാരികമായി തന്നെ സ്വാഗതം ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. രണ്ടു കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മാറി നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കും. മുമ്പ് ഇവിടെ ഉദ്ഘാടകൻ അധ്യക്ഷൻ പ്രസംഗിച്ചതുപോലെ തന്നെ കേരളത്തിൽ ദളിതർ അല്ലെങ്കിൽ അവഗണിക്കുന്ന മനുഷ്യർ ഒരു ജനത എന്ന നിലയിൽ അവരുടെ ഭാവത്വത്തെയും എങ്ങനെ വികസിപ്പിച്ചു എന്നും വികസിച്ചത് പ്രതിസന്ധിയിലായതിനെ അതിജീവിച്ചത് എങ്ങനെയാണ്, അതിജീവനത്തിന്റെ കാലഘട്ടം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമാണ്. വളരെ അനുഭവമുള്ള ഒരു ജനത എന്ന നിലയിൽ, ചരിത്രത്തിൽ ചിന്ന ഭിന്നമായ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ജനത എന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ആവിഷ്കാരം ഉണ്ടാകേണ്ട മനുഷ്യരെന്ന നിലയിൽ, ഏറ്റവും കൂടുതൽ ഭാവനകൾ ഉണ്ടാകേണ്ട മനുഷ്യരെന്ന നിലയിൽ ഭാവനകൾ കുറയുകയും ആവിഷ്കാരങ്ങൾ ഇല്ലാതായി പോവുകയും ചെയ്യുന്ന ജനതയെ നിർത്തുന്നു എന്നാണ് വർത്തമാനകാല നമ്മുടെ സാധ്യത. അമേരിക്കൻ എഴുത്തുകാരിയായ ടോണി മോർസൺ പറയുന്നത് പോലെ ഞങ്ങൾ എഴുതി തുടങ്ങിയതിനു ശേഷമാണ്, ഞങ്ങളുടെ ഭാവത്തെ രൂപപ്പെടുത്തിയതിനു ശേഷമാണ് അമേരിക്കൻ ബ്ലാക്സ് എന്ന് പറയുന്ന ഒരു ചിന്ത വൈജ്ഞാനിക ലോകത്ത് ഉണ്ടായത് എന്ന് ടോണി മോർസൺ പറയുന്നു. എന്നതുപോലെ തന്നെ ഇന്ത്യയിലെ അപരിഷ്കൃതമായി പോയ മനുഷ്യർ, ഒഴിവാക്കപ്പെട്ടു പോയ മനുഷ്യർ, അനാഥമായി പോയ മനുഷ്യരുടെ ചരിത്രത്തെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ നിലനിർത്തുന്നത് ഭൗതിക പറഞ്ഞ പോലെ രാഷ്ട്രീയ അധികാരത്തിന്റെ വിഭവങ്ങൾ പങ്കുവെക്കൽ മാത്രമല്ല, ഒരു ജനതയെന്ന് നിലനിർത്തണമെങ്കിൽ ഒരു സാംസ്കാരിക അവബോധത്തിന്റെയും അതേപോലെ തന്നെ സാഹിത്യത്തിന്റെയും ഭാഷയുടെയും വൈജ്ഞാനിക മണ്ഡലത്തിന്റെയും ദൈഷ്ണീയ മേഖലയിൽ കൂടി വിജയിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. എല്ലാ ജനതയും വികസിച്ചത് അവരുടെ അടിത്തറ. നമ്മുടെ ബ്രാഹ്മണ്യത്തെ വിമർശിക്കുമ്പോൾ ബ്രാഹ്മണ്യം നിലനിർത്തുന്നത്, അവരുടെ വൈജ്ഞാനിക മണ്ഡലം നിലനിർത്തുന്നത്, അവരുടെ ഭൗതികത നിലനിർത്തുന്നത് വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലാണ്. ആ വൈജ്ഞാനികയെ പറഞ്ഞ് ചലിപ്പിച്ച് വ്യാഖ്യാനിച്ചാണ് ഇന്ന് ബ്രാഹ്മണ്യം അതിന്റെ ശക്തമായി. ശരിക്കും ഒരു ജനതയ്ക്ക് വികസിക്കേണ്ടത് ഭൗതികവും വൈജ്ഞാനികമായ ഇടങ്ങളിലൂടെ. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 90-കൾക്ക് ശേഷമാണ്, അതിനു മുമ്പ് തന്നെ ദളിതുകളെ അടയാളപ്പെടുത്തുന്ന കഥകളും കവിതകളും നോവലും ഒക്കെ തകഴിയുടെ കഥകളിലുണ്ടായിരുന്നു. പക്ഷെ തകഴിയുടെ കഥകളിൽ സംസാരിക്കാത്ത ദളിതർ നിൽക്കുമ്പോൾ 90-കൾക്ക് ശേഷം സംസാരിക്കുന്ന ദളിതനെ നിർമ്മിക്കുന്ന എഴുത്ത് കേരളത്തിലുണ്ട്. അതാണ് 90-കളുടെ കാലം. ആ 90-കളോട് കൂടിയാണ് അംബേദ്കർ പിറന്നയച്ചത്. ശ്രീകുമാരഗുരുദേവന്റെ ജ്ഞാനത്തെ കേരളത്തിന്റെ പൊതുമണ്ഡലത്തെ വ്യത്യസ്തമായി അടയാളപ്പെടുത്തിയത് അയ്യങ്കാളിക്ക് പുതിയ വ്യാഖ്യാനങ്ങളുണ്ടായി. ഈ 90-കളിൽ ഞാൻ എടുത്തു പറയുന്നത് കേരളത്തിലും ഇന്ത്യയിലും മറാത്തി സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് മറാത്തി സാഹിത്യം, തമിഴിലും കേരളത്തെക്കാളും കൂടുതൽ വൈജ്ഞാനികമായ ഒരു ചലനം നിർമ്മിച്ചിട്ടുണ്ട്. അത് അംബേദ്കർ കേന്ദ്രീകരിച്ചു കൊണ്ടുവന്ന വ്യത്യസ്തമായ ഒരു ജനത എന്ന നിലയിൽ അംബേദ്കർ ഉയർത്തിക്കൊണ്ടുവന്ന അബ്രാഹ്മണികമായ ജ്ഞാനപാരമ്പര്യത്തിന്റെ തുടർച്ചയുള്ള ഒരു ജനത എന്ന സ്വത്വത്തെയാണ് തമിഴ്നാട്, അതുതന്നെയാണ് മറാത്തിലെടുത്തത്. കേരളത്തിൽ അംബേദ്കർ എടുക്കുമ്പോൾ തന്നെ അനവധി ജ്ഞാനാന്വേഷണങ്ങൾക്ക് മുമ്പേ കടന്നുപോയ വലിയ തത്വചിന്തകളുടെ ജ്ഞാനങ്ങളുടെ ഏഴുകൾ കേരളത്തിൽ, അത് വൈരപ്പനായി, ശ്രീനാരായണ ഗുരുവായി, പണ്ഡിറ്റ് കർപ്പനായി, വാഗ്ഭടാനന്ദനായി, അയ്യങ്കാളിയായി അങ്ങനെ നിൽക്കുകയാണ്. അത് ചെറിപ്പോവുകയാണ്. പക്ഷെ 90-കളോടുകൂടി ആ വൈജ്ഞാനിക മണ്ഡലത്തെ അതിന്റെ ദ്വാരയിൽ
കേരളത്തിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നത്. അതിന്റെ തുടർച്ച ഈ 2025 ശോഷിച്ചോ എന്നുള്ളത് സ്വയം വിമർശിക്കപ്പെടേണ്ടത് കൂടിയാണ്. ആ സ്വയം വിമർശനത്തിന്റെ പ്രതലത്തിൽ നിന്ന് വേണം നാം എഴുത്തിനെ കുറിച്ചും കഥകളെക്കുറിച്ചും വ്യാഖ്യാനങ്ങളെക്കുറിച്ചും ഉണ്ടാകേണ്ടതിനെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായി പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം വേണം. അതുകൂടെ ഞാനൊരു സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്റ്റഡീസിന്റെ ഒരു പ്രസാദക സമിതിയുടെ സെക്രട്ടറി എന്ന നിലയിൽ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളായ എഴുത്തുകാരുടെ മുമ്പിൽ, നിങ്ങൾ കഥ എഴുതുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒട്ടേറെ ആളുകളുണ്ടെങ്കിലും നമ്മളെ പി കെ പ്രകാശിന്റെ കഥകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പി കെ പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം മുഖ്യധാരയിൽ വരാൻ ആഗ്രഹിക്കാതിരിക്കുകയും എന്നാൽ മുഖ്യധാരയെ വെല്ലുവിളിക്കുന്ന വലിയ കഥയുടെ വ്യാഖ്യാനങ്ങളും ആഖ്യാനങ്ങളും ഉണ്ടാക്കിയ ഒരു എഴുത്തുകാരൻ. അദ്ദേഹത്തിന്റെ 32 കഥകൾ നമ്മൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്റ്റഡീസ് 32 കഥകൾ മധ്യതരുടെ ശബ്ദം പറയുന്നവർ ലോകം പ്രസിദ്ധീകരിക്കും. അദ്ദേഹത്തിന്റെ 32 കഥകൾ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മളിതെല്ലാം പറയുമ്പോഴും ഒരു സ്വയം പ്രസാധകരായി തന്നെ ഒരു ദളിത് കഥകളെ അച്ചടിയിലേക്ക് വെള്ളത്താളുകളിലേക്ക് എത്തിച്ച ഒരു സമിതിയുടെ സെക്രട്ടറി എന്നതിനെ കൂടി ഞാൻ പറയുന്നത്. ആ കഥകൾ നമുക്ക് വായിക്കുമ്പോൾ ആ കഥകൾ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. അതേപോലെ തന്നെ ഓസി ജാനസാറിന്റെ പുസ്തകം, ഷാജി പറഞ്ഞ കഥ, ലിസാ പിത്തറമ്മലിന്റെ അധ്വാനങ്ങളുടെ വ്യാഖ്യാനം, ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച ഒരു അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. പി കെ പ്രകാശിന്റെ ഒരു സെക്ഷൻ തന്നെ വേണം എന്നുള്ളതായിരുന്നു ഞാൻ മുമ്പേവിടെ പറയുകയും ചെയ്തത്. നമുക്ക് പി കെ പ്രകാശിന്റെ 32 കഥകളുടെ ഒരു സെക്ഷൻ എഴുതി വെച്ചിരുന്നായിരുന്നു. 32 കഥകളാണ് നമ്മൾ പ്രസിദ്ധീകരിച്ചത്. ആ കഥകൾ വായിക്കുമ്പോൾ ദളിതുകളുടെ അന്യവൽക്കരണം, അതേപോലെ തന്നെ പ്രകൃതിച്ച മനുഷ്യരുടെ ഒഴിഞ്ഞുപോക്കുകൾ, അവരുടെ വേദനാദികൾ, അവരുടെ ജീവിതത്തിന്റെ സങ്കീർണത, അതൊക്കെ അയാൾപ്പെടുത്തിയ ഒരു എഴുത്തുകാരനാണ് പി കെ പ്രകാശ്. അതേപോലെ തന്നെ അതിനുശേഷമൊക്കെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യം, അത്തരം 32 കഥകൾ പ്രസാദക സമിതി എന്നതിലേക്ക് പ്രസിദ്ധീകരിച്ചു എന്നത് പറയുന്ന ഒരു ഈ സാഹചര്യത്തിൽ പറയുന്ന ഒരു പ്രധാനമായതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കഥകളിൽ നമുക്ക് ഉൾപ്പെടുത്താനായിരുന്നു കുറച്ചുകൂടെ ഏർപ്പെട്ടതാണെന്ന് ഞാൻ ഈ പേരിൽ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളെ അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് ആദ്യം വരുന്നത് വന്നത് ഓസി രാജു സാറാണ്. അദ്ദേഹത്തിന്റെ കഥ സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്റ്റഡീസ് ഞങ്ങൾ ഷാജി പറഞ്ഞ കഥ ഞങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. അത് ഇവിടെ നമ്മുടെ തന്നെ ടെസ്റ്റ് ഹരീഷാണ് അതിന്റെ പ്രകാശനം നിർവഹിച്ചത്. എനിക്ക് തോന്നുന്നു ആത്മീയതയ്ക്ക് ശേഷം ഞാൻ അങ്ങോട്ട് നടത്തുന്നില്ല. ഉത്തരാത്മീയതയുടെ എഴുത്തുകളെയും ഭാവങ്ങളെയും നല്ല രീതിയിൽ ആ കഥയെ വികസിച്ച ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം. നമ്മളോട് ആ എഴുത്തിന്റെയും അതിന്റെ സങ്കീർണതകളെയും കഥയെ സംബന്ധിച്ച് നമ്മളോട് പറയും. അദ്ദേഹത്തെ വളരെ ആദരവ്